ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1-ൽ സണ്ണി വെയിൻ അവതരിപ്പിച്ച കടമറ്റത്ത് കത്തനാർ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഐതിഹ്യങ്ങളിൽ ഏറ്റവും വിചിത്രവും രസകരവുമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് കടമറ്റത്ത് കത്തനാർ. പക്ഷെ ലോക ചാപ്റ്റർ 1-ൽ കത്തനാരെ ഒരു പുതിയ രീതിയിലാണ് അവതരിപ്പിച്ചേക്കുന്നത്. അതും അത്ഭുതകരമായ ലോക യൂണിവേഴ്സിന്റെ ഭാഗമാക്കി. എന്താണ് ഐതിഹ്യം? ആദ്യം ഒരു കാര്യം ചിന്തിക്കൂ. കേരളം മുഴുവൻ തലമുറകളിലൂടെ പകരപ്പെട്ടു വന്ന കഥകൾ. കള്ളിയങ്കാട്ട് നീലി, കടമറ്റത്ത് കത്തനാർ, ഇവയെല്ലാം നമ്മൾ ഐതിഹ്യം എന്ന് വിളിക്കുന്നു. ഐതിഹ്യം കേരള ഫോക്ലോറിൻ്റെയും മിത്തുകളുടെയും ഒരു ഹൃദയം തന്നെയാണ്. ലോക ചാപ്റ്റർ 1-ൽ ഈ ഐതിഹ്യങ്ങളെ എടുത്ത് സയൻസ് ഫിക്ഷനിലേക്കും മിത്തോളജിയിലേക്കും ചേർത്ത് ഒരു പുതിയ ലോകമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലോക ചാപ്റ്റർ 1-ൽ സണ്ണി വെയിൻ അവതരിപ്പിച്ച കത്തനാർ നമ്മൾ അറിയുന്ന സാധാരണ പുരോഹിതനല്ല. അവൻ്റെ കണ്ണുകളിൽ തന്നെ ഇരുട്ടും അറിവും ഒരുപാട് അത്ഭുതകരമായ ശക്തികളുമുണ്ട്. ഈ കത്തനാർ ഒരു പ്രേക്ഷകന്റെ മോറൽ കോമ്പസ് മാത്രമല്ല, പകരം ഒരു പഴയ താക്കോല് പോലെയാണ്. ചാത്തൻ, മൂത്തോൻ, നീലി എന്നിവരുടെ കഥകളുടെ നിധിപ്പെട്ടി തുറക്കുന്ന താക്കോൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, എങ്ങനെയാണ് കള്ളിയങ്കാട്ട് നീലിയും കത്തനാരും ഈ ലോക ചാപ്റ്റർ 1-ന്റെ യൂണിവേഴ്സിൽ ഒരുമിക്കുന്നത്? ഐതിഹ്യങ്ങളിൽ നീലിയെ തളച്ച ആളല്ലേ കത്തനാർ. ഇവരെന്തിനാണ് ലോക ചാപ്റ്റർ 1-ൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്? കേരളത്തിന്റെ ഐതിഹ്യങ്ങളിൽ ഗുഡ് വേഴ്സസ് ഈവിൾ എപ്പോഴും നേരിട്ടല്ല. കള്ളിയങ്കാട്ട് നീലി ഒരു പ്രതികാരത്തിന്റെ ചിഹ്നമാണ്. കടമറ്റത്ത് കത്തനാർ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ശക്തി. ലോക ചാപ്റ്റർ 1-ലാണ് നമുക്ക് കാണാം നീലി, മൂത്തോൻ, കത്തനാർ ഇവരുടെ കഥകൾ അനുനാക്കി മിത്സിനോടൊപ്പം പോലും സാമ്യമുണ്ട്. മറ്റൊരു ഗ്രഹത്തിൽ നിന്നെത്തിയ ജീവികൾ മനുഷ്യർക്ക് അറിവ് കൊടുക്കുന്നു, പക്ഷെ ഒരേ സമയം അവരെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നു. മൂത്തോൻ ഭൂമിയിൽ എത്തിയതും ഇതേപോലെ തന്നെയാണ്. ചെറുതായിട്ട് നമുക്ക് അനുനാക്കി മിത്തിലോട്ടൊന്ന് പോയി നോക്കാം. മെസപ്പൊട്ടേമിയൻ ഐതിഹ്യങ്ങളിലെ അനുനാക്കി മനുഷ്യരെ രൂപപ്പെടുത്തിയവരാണെന്നാണ് വിശ്വാസം. അവർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു യൂണിവേഴ്സ് അല്ലെ വളരെ ദൂരെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ലോക ചാപ്റ്റർ 1-ലും പറയുന്നുണ്ട്, മൂത്തോൻ വന്നപ്പോൾ മനുഷ്യർക്ക് തീയും അറിവും നൽകിയെന്ന്. ഇവിടെയാണ് കത്തനാർ എത്തുന്നത്. അദ്ദേഹം വെറും ഒരു പുരോഹിതൻ മാത്രമല്ല, അനുനാക്കിയെ പോലെ മനുഷ്യരെ വഴികാട്ടുന്ന, അതേസമയം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ നമുക്കൊരു രസകരമായ ഒരു കാര്യത്തിലേക്ക് പോവാം. സണ്ണി വെയിൻ ലോക ചാപ്റ്റർ 1-ൽ അവതരിപ്പിച്ച കത്തനാരും ജയസൂര്യ അവതരിപ്പിക്കാൻ പോകുന്ന കത്തനാർ സിനിമയിലെ അതേ കഥാപാത്രവും. സണ്ണി വെയിൻ്റെ കത്തനാർ വളരെ മിസ്റ്റീരിയസും ഡാർക്കും ആയിട്ടാണ് സണ്ണി വെയിൻ ഒന്ന് അണ്ടർപ്ലേ ചെയ്തേക്കുന്നത്. ഒരു ഷാഡോ ഫിഗർ പോലെയാണ്, ഇരുട്ടിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളെ പോലെ. ജയസൂര്യയുടെ കത്തനാർ മറ്റൊരു രീതിയിലായിരിക്കും മിക്കവാറും വരുന്നത്. വളരെ വലിയ ബിഗ് ബഡ്ജറ്റിൽ വലുതായ വിഷ്വൽ എഫക്ട്സും കത്തനാറിൻ്റെ അത്ഭുതങ്ങൾ സ്പെക്ടക്കിളായിട്ട് കാണിക്കാനും ആയിരിക്കും ജയസൂര്യയുടെ കത്തനാറിൻ്റെ സിനിമ. പക്ഷെ ലോക ചാപ്റ്റർ 1-ൽ സണ്ണി വെയിൻ ചെയ്ത കത്തനാർ വളരെ സട്ടിലാണ്. വലിയ പവറും അധികം സ്പെക്ടക്കിളും ഒന്നും കാണിക്കാതെ തന്നെ ഓഡിയൻസിനെ പിടിച്ചെടുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സണ്ണി വെയിൻ കത്തനാർ അവതരിപ്പിച്ചേക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സണ്ണി വെയിൻ്റെ കത്തനാർ ലോക ചാപ്റ്റർ 1-ലെ യൂണിവേഴ്സിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. ആ കഥയുടെ ഒരു നെടുന്തൂണ് പോലെ, നമ്മുടെ മാർവലിലൊക്കെ കണ്ട നിക് ഫ്യൂറിനെ പോലത്തെ ഒരു ക്യാരക്ടർ. അതേസമയം ജയസൂര്യയുടെ കത്തനാർ ഒരു സ്റ്റാൻഡ് അലോൺ ഗ്രാൻഡ് മൂവിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലോകയിലെ കത്തനാർ കൂടുതലും മിസ്റ്റീരിയസും ഫ്യൂച്ചറിൽ വലിയ രഹസ്യങ്ങളിലോട്ടൊക്കെ നമ്മളെ നയിക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സണ്ണി വെയിൻ്റെ കത്തനാറച്ചനെ നമുക്ക് കാണാൻ പറ്റുക. ജയസൂര്യയുടെ കത്തനാർ അതേസമയം കടമറ്റത്ത് കത്തനാറിൻ്റെ എല്ലാവിധ വിദ്യകളും സ്പെക്ടക്കിളും ഒക്കെ കാണിക്കുന്ന ഒരു ഷോക്കേസ് മൂവി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഐതിഹ്യങ്ങൾ തലമുറകളെ ബന്ധിക്കുന്ന ഒരു പാലമാണ്. നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഈ പല ഐതിഹ്യങ്ങളും കഥകളും കേരളത്തിലെ ഫോക്ലോർ, മിത്ത് ഇതൊന്നും അവർക്കറിയില്ല. അവരൊക്കെ കണ്ടു വളരുന്നത് മാർവലും DC-യും അതേപോലത്തെ മോഡേൺ സിനിമകളും സീരീസും ഒക്കെയാണ് മെയിനായിട്ടും. അപ്പോൾ നമ്മുടെ പഴയ കഥകളിലെ യക്ഷിയും നീലിയും കടമറ്റത്ത് കത്തനാറും ചാത്തനെയൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയതിൽ ഡൊമിനിക് അരുണിന് ഞാനൊരു വലിയൊരു താങ്ക് യു തന്നെ പറയും. ഇനി ഈ കത്തനാർ ഭാവിയിൽ ഹീറോ ആകുമോ, അല്ലെങ്കിൽ അനുനാക്കി പോലെ മനുഷ്യരുടെ വിധി നിയന്ത്രിക്കുന്ന ഒരാളായിരിക്കുമോ? അതിൻ്റെയൊക്കെ ഉത്തരം അറിയാൻ നമ്മളിനി കാത്തിരിക്കേണ്ടത് ലോക ചാപ്റ്റർ 2-ന് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.